ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് ഹക്ക നൂഡിൽസ് ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്. ഇവിടെ നമ്മുടെ വെജ് ഹക്ക നൂഡിൽസ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഒലിവ് ഓയിലും ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാബേജ് വേണം. ഒരു പകുതി വേണ്ട, 1/4 ഭാഗം ക്യാബേജ് നീളത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 ബീൻസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 1.25 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, എരിവിന് ആവശ്യമായിട്ട്. അപ്പം ഈ ഒരു പച്ചമുളക് ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ വഴിയെ കാണാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ നൂഡിൽസ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഈ വെളുത്തുള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ വെളുത്തുള്ളി ഏകദേശം ബ്രൗൺ കളറായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സവാള, പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു നൂഡിൽസ് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം. അപ്പോൾ ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായി വഴഞ്ഞ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ആദ്യം നല്ല വേവുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ക്യാരറ്റാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നുറുക്കി വെച്ചിട്ടുള്ള ബീൻസ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കൊക്കെ ഒരു കളേഴ്സിലുണ്ടെന്നുണ്ടെങ്കിൽ 3-4 കളേഴ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ നൂഡിൽസ്. അപ്പോൾ ഇതാദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് ഏകദേശം 3/4 വേവോളം ആയിട്ടുണ്ട്. നമ്മൾ ഇനി അതിലേക്ക് നമ്മുടെ ബാക്കി വെജിറ്റബിൾസ്, അതായത് ക്യാബേജും പിന്നെ ക്യാപ്സിക്കം, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും കൂടുതലായിട്ട് കുക്കായി പോകരുത്. നമുക്കത് കഴിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ക്രഞ്ചിനെസ് പോലെ ഉണ്ടാവണം. കൂടുതൽ കുക്കായി പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ക്യാപ്സിക്കവും അതുപോലെ നമ്മുടെ ക്യാബേജും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നൂഡിൽസ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ആ ക്യാപ്സിക്കവും ഇതെല്ലാം ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മണത്തിന് തന്നെ നല്ല വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നൂഡിൽസ് ഇതാ നിങ്ങൾക്ക് കാണാനുണ്ടാകും, വെജ് ഹക്ക സൂജി നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീറ്റ് കൊണ്ട്, സൂജി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നൂഡിൽസ് വാങ്ങിക്കാം, സൂജി നൂഡിൽസ്.
അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ എന്താ പറയുക മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതാവുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു പാക്കറ്റിന് 110 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരു വെജ് ഹക്ക സൂജി നൂഡിൽസ് ആണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചൊരു എണ്ണമയം വേണം, അല്ലെങ്കിൽ നമ്മുടെ നൂഡിൽസ് ഡ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ തലേദിവസം വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും നൂഡിൽസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒലിവ് ഓയിലോ ഏതെങ്കിലും തരം വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. 2 തവി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് ഇതിൻ്റെ ഫ്ലേവറും അതുപോലെ ടേസ്റ്റ് ഒക്കെ ഒന്ന് കൂട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് സോയ സോസ് ആണ്. ടീസ്പൂൺ സോയ സോസ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ടൊമാറ്റോ സോസ് കേട്ടോ. ഏകദേശം ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു മുക്കാലല്ല 1 ടീസ്പൂൺ തന്നെ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി, എന്നിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിതിൽ ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിച്ചത്, അത് വൈറ്റ് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, ബ്ലാക്ക് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സോയ സോസ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിനീഗർ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസം വേവിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നൂഡിൽസ് കുഴഞ്ഞു പോവില്ല കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴഞ്ഞു പോവില്ല. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം കൂടി ഇങ്ങനെ ഒന്ന് ഇരിക്കണം കേട്ടോ, ഈ ഒരു ഹൈ ഫ്ലെയിമിൽ. എങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. അതിലത്തെ ഈർപ്പൊക്കെ ഒന്ന് പോയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് ഹക്ക നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എഗ് നൂഡിൽസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 3-4 എഗ്ഗും കൂടി ഒന്ന് കൊത്തിപ്പറിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ എഗ് നൂഡിൽസ് ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.